ഹലോ ഗൈസ്, വെൽക്കം ടു പുതിയൊരു വ്ലോഗ്. അങ്ങനെ നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്ത് നമ്മൾ കൊല്ലം ടു കൊച്ചി എത്തിച്ചത് കേരള പബ്ലിക് സർവീസ് റീജിയണൽ ഓൺലൈൻ എക്സാമിനേഷൻ സെന്റർ ഓഫീസ്. നമ്മളുടെ ലേറ്റ് ആയ പോയ സുഹൃത്ത് നമ്മളുടെ കൂടെ പിറകെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ 2 ബസ് ടിക്കറ്റ് എടുത്താണ് കൊച്ചി വന്നത്. പിന്നെ നമ്മൾ ഈ ട്രെയിനിലാണ് വന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ചാർജിങ് പോർട്ട് ഇല്ലാതെയാണ് ബാക്കി എല്ലാ ട്രെയിനും. ഇപ്പം നമ്മൾ കൊല്ലത്താന്നുള്ളത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും നമ്മൾ ടിക്കറ്റ് എടുക്കാതെയാണ് വന്നത്. പക്ഷെ അല്ല, നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഫ്രഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് കളയാം. ഓക്കെ, അപ്പം നമ്മൾ കൊല്ലത്ത് രാവിലെ കയറിയതാണ്. നമ്മൾ 11 മണിക്ക് കയറി. നമുക്ക് ട്രെയിനിൽ നിന്ന് വീഡിയോ എടുത്തായിരുന്നു, പക്ഷെ മൈക്ക് കണക്ട് ആയില്ല, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ആൻഡ് നമ്മുടെ കൂടെ ഒരു പയ്യനും കൂടെ ഉണ്ട്, നസറുദ്ദീൻ എന്ന് പറയും. അവൻ ട്രെയിൻ മിസ്സായി. അവൻ്റെ പിറകെ വേറൊരു ട്രെയിനും പിടിച്ച് വരുന്നുണ്ട്. പിന്നെ വേറൊരുത്തൻ അവൻ 6:30 ലുലുവിൽ വന്നിരിപ്പുണ്ട്. അപ്പം എറണാകുളം ലുലുവിൽ 9 മണിക്കൂറായിട്ട് നമുക്ക് വെയിറ്റിംഗ് ആണ്. നല്ലൊരു പയ്യനാണ്, നല്ലൊരു പയ്യനാണ്. ഇച്ചിരി എഫേർട്ട് എടുത്ത് സമയം എടുത്തെടുക്കുന്ന വ്ലോഗാണ് എല്ലാവരും കാണുന്നത്. ഡെഡിക്കേറ്റഡ് പയ്യനാണ്. അപ്പം നമുക്കിന്ന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് വരുന്ന വഴി കാണാൻ. ഓക്കെ. ആഹാ, ജലം 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 സാത്ത് ചൊല്ലായെങ്കി കസം തുമേ കസം. അവൻ ഫ്രഷായി. അവിടെ എന്തോ തർക്കം. നമ്മളെ കണക്ക് വൈബ് ടീംസാണ്. പിള്ളേരുള്ള തർക്കം. എന്താല്ലേ വൈബ്? പിള്ളേരുടെ ഒക്കെ പ്രായത്തിന്റെ ഓരോ സെടുപ്പുകൾ കാണിക്കുന്നത്. നമുക്കിനി നെസറുദ്ദീൻ വരണോ? നെസറുദ്ദീൻ ഓർത്തല്ലേ ഇറങ്ങുന്നു? അത് ഇവിടെ അല്ലല്ലോ, അവൻ ഓർത്തല്ലേ? ഇത് സൗത്താ, രണ്ടടുത്താ. അപ്പൊ നമുക്കിനി പോകേണ്ടതെന്ന് വെച്ചാൽ നമുക്കിനി മെട്രോ സ്റ്റേഷനിൽ പോകണം. മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നമുക്ക് ലുലുവിൽ പോകണം. ലുലുവിൽ നമുക്ക് കുമ്പളങ്ങി പോകണം ഗൈസ്, കുമ്പളങ്ങി. അപ്പൊ അതിന്റെ കുറച്ച് ഇതായിരിക്കും ഇന്നത്തെ വ്ലോഗ്. അപ്പൊ നമ്മൾ പാർട്ടായിട്ടായിരിക്കും ഇത് ഇടുന്നത്. പിന്നെ കുമ്പളങ്ങി പേരിൽ അവിടെ ഒരു ഷൂട്ട് ചെയ്ത സിനിമയുണ്ട്, ഗസ് ചെയ്യൂ. ഒരു സിനിമ ഷൂട്ട് ഉണ്ട് കുമ്പളങ്ങിയിൽ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത്. കുമ്പളങ്ങി നൈറ്റ്സിന്റെ 2ാമത്തെ പാർട്ട് റിവീൽ ചെയ്ത്. ഇത് ഇവിടെ എത്തിയടാ. ആലപ്പുഴ അല്ലടാ, എറണാകുളം എന്തോ ബോർഡ് ടുവേർഡ്സ് ആലപ്പുഴ. ടെൻഷനായി പോയടോ. എന്താണോ നീ ഇടയ്ക്കിടയ്ക്ക് എറണാകുളം വരുന്നെന്ന് പറഞ്ഞിട്ട്? അപ്പൊ നമുക്ക് നേരെ പോയി ഇടത്തോട്ട് പോയാൽ അവിടെ താഴോട്ട് പോയാൽ എക്സിറ്റ്. കമാൻ കമാൻ. സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കണ്ടേ, നമ്മുടെ ഫ്രണ്ടാണിത്, പപ്പി. പപ്പിക്ക് നല്ല ചൊറിച്ചിലുണ്ട്. നമുക്കിനി പോയിട്ട് ടിക്കറ്റ് എടുക്കണം. 3 എടപ്പള്ളി. എടപ്പള്ളി. ബ്രോ 3 എടപ്പള്ളി എടുത്തേ. അതില് 3 എടപ്പള്ളി. ഇപ്പൊ അവര് ക്യാമറ ഇച്ചിരി അമക്കി പിടിക്കുന്നുണ്ട്. ഒന്നുമില്ല, അവര് പൊക്കി വെച്ചെടുത്തോ. നമ്മള് സ്ട്രേറ്റ് വിടുവാണ്. അതിലെങ്ങനെയാണ്? കളയല്ലേ? അതെന്താ കളഞ്ഞോ? നമ്മള് ഫോണിൽ സ്കാൻ ചെയ്ത പരിപാടി, ഫോണിൽ സ്കാൻ ചെയ്യുന്ന ചെന്നൈകളൊക്കെ എങ്ങനെയാണ്? അത് ഫോണിൽ എടുക്കുന്നുണ്ടല്ലേ? ഫോൺ എടുക്കാൻ പറ്റും. ആബിദിന്റെ ലെവല്, സ്ട്രീറ്റ് ലെവൽ. എടാ എന്തൊക്കെയാ പറയുന്നത്? എത്ര പടികളാ? അയ്യോ, എനിക്ക് ഞാൻ കൊച്ചിയില് മുമ്പ് ഒരു വട്ടം വന്നതാണ്. ഇപ്പോഴാണ് കൊച്ചി ഒന്ന് ആഞ്ഞ് കാണാൻ പോകുന്നത്. പക്ഷെ കൊല്ലത്തിന് അത്രയൊന്നും വന്നിട്ടില്ല. പക്ഷെ അപ്ഗ്രേഡ് ഉണ്ട്. കൊല്ലത്തിന് എസ്കലേറ്ററുള്ള ഒരു സ്ഥലം RP മോളാണ്. സത്യല്ലേ? ഇതുണ്ട്, ഡ്രീം മോളാണ്. ഈ 2 സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് എസ്കലേറ്റർ കിട്ടും. ലുലു മോളുള്ള സ്ഥലം ഡ്രീം മാള്. മാളല്ലടോ, മാൾ. വെയിറ്റ്
നമുക്ക് എടപ്പള്ളിയിലോട്ടാണ് പോകേണ്ടതെങ്കിൽ നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 1 മറന്നുപോയി. ആബിദ് വൈറ്റില്ല. ആബിദ് വൈറ്റില്ല. വൈറ്റില അവനങ്ങ് മാസ്. അവൻ എറണാകുളത്ത് 2 മാസം കോഴ്സ് പഠിച്ചിട്ട് മാസ്. ആ പണ്ട് സ്കേറ്റിങ്ങിലൊക്കെ ഉള്ളായിരുന്നു. ഇതാണോ ബ്രോ മെട്രോ? ഇതാണ് മെട്രോ. കൊല്ലത്തെ മെട്രോ സ്റ്റേഷൻ ഇച്ചി കൂടെ വലുതാണ്. കൊല്ലത്ത് കുറച്ചുകൂടെ വലിപ്പമുണ്ട്. അവിടെ 3 ലൈൻ ഇല്ല അവിടെ. ഇത് രണ്ടേ ഉള്ളൂ. ഒരു മെട്രോ ശബ്ദം കേൾക്കുന്നു. ഒരു മെട്രോ ആണെന്ന് തോന്നുന്നു. നമ്മളിപ്പോ കറന്റ് ഇന്ത്യയിലാട്ടോ ഉള്ളത്. ഇന്ത്യയുടെ കൊടി കാണിച്ചിട്ട് ഭവാനിയാണ് ട്രെയിനിന്റെ പേര്. ഭവാനി വരുന്ന ഭവാനിയുടെ പുറത്തിരുന്നാണ് അകത്തിരുന്നാണ് പോകാൻ പോകുന്നത്. അതിലിനി മെട്രോയിൽ കയറിയിട്ട് മെട്രോയുടെ അകത്തുനിന്ന് അതിൽ പാട്ട് പാടും. കൂട്ട് നിൽക്കാതെ സീറ്റ് വേണം. സീറ്റ് ചെന്നൈയിലൊക്കെ ഓർമ്മകൾ. അങ്ങനെ നമ്മൾ മെട്രോ ആൾക്കാരെടുത്ത് അവരെയും ചീത്തകൾ കേൾക്കരുത്. അപ്പൊ നമുക്ക് അതിലിപ്പോ ആളിന് ട്രെയിനേഴ്സ് ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കമ്പനി 7 സ്റ്റോപ്പ് ഉണ്ട്. 7 സ്റ്റോപ്പ്. അവന് കൈ കഴിക്കും. അത് ശരിയാ. കൈ കഴിക്കുമ്പോ സ്വിച്ച് ചെയ്താൽ നമ്മള് കുടിക്കുന്ന പൈസക്ക് മുതലാണ് അതില്. നല്ല ചൂടുണ്ട് കേട്ടോ. എടപ്പള്ളി പൈസയും കുറച്ച് സൗഹൃദവും സ്നേഹവും കൊടുക്കണം. കൊച്ചിൻ നല്ല ചൂടുണ്ട്. എങ്ങനെ ചൂട് ആണെന്നാണ് ഞാൻ സ്വെറ്റർ എടുത്തോ. സ്വെറ്റർ ആയിരുന്നു. ഫുൾ ഓട്ടം ഏത് പോകേണ്ടേടും. ഓക്കെ അങ്ങനെ നമുക്ക് എടപ്പള്ളി എത്തിയിട്ട് നമുക്ക് വരാൻ കഴിയും. റോഷന്റെ അടുത്ത് എത്തിയിട്ട് നമുക്ക് വരാം. അവൻ ഇങ്ങോട്ട് കേറാൻ പറ്റത്തില്ല. റോഷൻ ഒരു മണ്ടനാണല്ലേ. എന്ത്? അവന് പിക്കിടാൻ പറഞ്ഞാൽ പിക്കിടുന്നില്ല. ആൾക്കാരത് ചോദിച്ചു നോക്കാം. ഈ ഏരിയയിൽ ഏതെങ്കിലും ഒരു കള്ള ലക്ഷം ലഗേജുമായിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറയാം. അങ്ങനെ നമ്മൾ എടപ്പള്ളി എത്തിയിട്ടുണ്ട്. നമുക്കിനി റോഷനെ തപ്പണം. റോഷൻ ഏതൊക്കെയാ ബ്രിഡ്ജിലോട്ട് വരാൻ പറഞ്ഞത്? ഇവിടെ 10 ബ്രിഡ്ജിലോട്ട് നമുക്ക് ഏതൊക്കെ ബ്രിഡ്ജാന്ന് അറിയാം. അവൻ പ്രിസൈസ് ആയിട്ട് പറയുന്നില്ല. സത്യം പിക്കിടാൻ പറയുമ്പോ അവന് സ്പേസ് ഇല്ലെന്ന് ഫോൺ. നമ്മളങ്ങനെ നമ്മുടെ റോഷനെ കണ്ടെത്തിയിട്ടുണ്ട്. റോഷന്റെ ഇടയ്ക്കൂടെ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം റോഷൻ ഗൾഫിൽ നിന്ന് വന്നിരിക്കുകയാണ്. എടാ അതവന് കുറച്ചൊരു ഓഫീസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇതെവിടെ പോന്നു? എറണാകുളത്ത് വരുമ്പോ നമുക്ക് പിടിച്ചിരിക്കണ്ടേ. ഇനിയിപ്പോ പ്രൈവറ്റ് ബസ്സിൽ പോവാ. ഞാനും അതിലെങ്ങനെ വന്നു? ബസ്സില് അതിലെ വീട്ടിൽ നിന്ന് ബസ് കയറി. ആരുണ്ട് വരുന്നല്ലോ. ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിന് സ്റ്റേഷനില്. എന്തിന്? അവർക്ക് പോലും ഗ്യാരണ്ടി ഇല്ല. ബാഗ് എങ്ങനെ ഉണ്ട്? അല്ല ഇതെന്തുവാ? അതെന്തോ ടാഗ് ഇട്ട് സെറ്റായാ? ഇപ്പൊ സെറ്റായാ? ഏതറാ ടാഗ്? അതിനെ ഇവിടെ ഹൈപ്പറിലേക്ക് കയറുമ്പോഴേ അവരങ്ങനെ ഇതാക്കൂല, മനസ്സിലായോ? കയറ്റി വിടൂല. അപ്പം നമുക്ക് താഴോട്ട് പോയിക്കാം. അപ്പൊ ഗൈസ് നമുക്ക് താഴെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മുടെ യാത്രയൊക്കെ മനോഹരമാണ്. മനോഹരം. ഇവന്താ എങ്ങനെ നിൽക്കുന്ന? കൊടുക്കടാ അവന്റെ മൈക്ക്. ഒരു +1 പഠിക്കുന്ന ഒരു ചെറുക്കൻ വന്നിട്ട് സംസാരിച്ചറാ. അവന് ഇവിടെയൊക്കെ
എത്ര കുറ്റിന്റെ താടിയോ അടിച്ചു വെച്ച അടയാളം കിടക്കും. ഞാൻ ഇങ്ങനെ വെച്ചപ്പോഴേ ബ്രോ അത് ലുലു. നമുക്കിങ്ങോട്ട് നമുക്ക് അവിടുത്തെ ഒരു ചായ കുടിച്ചാലോ? അത് റോഷൻ, ഇതൊക്കെ ലഹരി നമുക്ക് പറ്റില്ല. അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. I don't care da. അതിൽ story, pay attention, listen to me. കൂലി 700 എണ്ണി കൊടുക്കുന്നല്ലടാ, കൊണ്ടുപോട്ടെ. ടീ ടൈം ഗൈസ്. ഞാൻ 6:30 ഇവിടെ വന്നതാ. 6:30 വന്നിട്ട് ഞാൻ 6:30 ഞാൻ വന്നിട്ട് സ്റ്റേഷന്റെ നിന്റെ അടുത്ത് 6:30 വരെ ആര് പറഞ്ഞു? നീ ഏതാ? എന്റെ അടുത്ത് ആദില് പറഞ്ഞു. ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, നീ 6:30 വന്ന എന്തിന്? അയ്യോ ഇത്തിരി ജോലി ഉണ്ടെന്നും പറഞ്ഞ് ആദ്യം മേക്കെടുത്ത് ഇതി പറഞ്ഞു. ഗൈസ്, പണ്ട് ആബിദിന് ജോലിയും കൂലി ഇല്ലാത്ത സമയം ആബിദ് നമ്മുടെ അടിമയായിരുന്നു. അടിമ. ഇപ്പം അവൻ ഇച്ചിരി പോലെ ജോലി കിട്ടി. ഇപ്പം അവനാണ് രാജാവ്. നമ്മള് എന്തുവാടാ സായിസേ? മാസ്ക് എന്തിനാ ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചാ ചുമ്മാ. അത് നമ്മളിപ്പോ ഊരും. നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ഇവിടെ ഞാൻ ഊരും. ഞാൻ 6:30 ഇവിടെ വന്ന് നിൽക്കുക. ബാക്കി കഥ പിന്നെ. നമ്മുടെ സുഹൃത്തും സഹപാഠിയുമായ നാസറുദ്ദീനെ കാത്താണ് നമ്മളിവിടെ. നസറുദ്ദീൻ. അവൻ വിളിച്ചു, എവിടെ എത്തിയെന്നൊന്നും പറഞ്ഞില്ല. അവൻ അലി എവിടെ പോയാലും അലി തിങ്സ് ഡിഫറെന്റ്. അലി എന്റെ കൂടെ ചെന്നൈയിലാണെങ്കിലും ഞാൻ ചായ പറഞ്ഞ അവൻ ചായ പറയത്തില്ല, അവൻ ബൂസ്റ്റ് പറയും വെറൈറ്റിക്ക്. പിന്നെ വേറൊരു കാര്യം വെച്ചാ സായിസിന്റെ ഡ്രസ്സിങ് കണ്ട. സായിസിന്റെ ഡ്രസ്സിങ് കണ്ട. ഈ ഡ്രസ്സിങ് ഇട്ടിട്ട് റോഷൻ സായിസിനെ കളിയാക്കുന്നു, മനസ്സിലായോ? പക്ഷേ റോഷൻ അപ്പുറത്ത് വീട്ടിൽ പോയാൽ പോലും ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇടുന്നത്. എന്നിട്ടാണ് ഇപ്പൊ അവനെ കളിയാക്കുന്നത്. ഒരു ചായ ഇവിടെ ചായ കിട്ടുന്നുണ്ട്. അറിഞ്ഞ ചെലവേണമെന്ന് പറഞ്ഞു. ഒരു താല്പര്യമില്ല. ഇല്ല. Why? Nothing. Why not? Nothing. 2 കൊല്ലത്തിൽ ആബിദിന്റെ വീട്ടിലിപ്പോ പെണ്ണ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യം. സായിസിന് ഇപ്പൊ 27 വയസ്സായി. അല്ല, പക്ഷെ ആബിദിന് ഇപ്പൊ 26 വയസ്സായിട്ടുണ്ട്. അപ്പം സായിസിന് താഴെ ഒരു ആബിദിന് താഴെ ഒരു പെങ്ങളുണ്ട്. അപ്പൊ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ ആബിദ് മുരടിച്ചു പോകും. അതുകൊണ്ട് ആബിദിനെ തന്നെ ആദ്യം കെട്ടിക്കണമെന്നാണ് നമ്മുടെ പ്ലാന്. നമ്മളുടെ പ്ലാനല്ല, അവന്റെ വീട്ടുകാരുടെ പ്ലാന്. അവന്റെ സങ്കല്പത്തിലുള്ള പെണ്ണിനെ പറ്റി ആബിദിന്റെ സങ്കല്പമൊന്നുമില്ല. നല്ലൊരു പെണ്ണായിരിക്കണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ സങ്കല്പമൊന്നുമില്ല. എന്റെ ഏജ് ആയിരിക്കണം, സെയിം ഏജ് ആയിരിക്കണം. അതാ പറഞ്ഞ സെയിം ഏജ് അല്ലെങ്കിൽ 1 വയസ്സ് താഴെ. സെയിം ഏജിന് ഇരിക്കുന്നു ഇപ്പൊ. അങ്ങനെ കിട്ടില്ല. കിട്ടിയ ലോട്ടറി. കിട്ടിയ ലോട്ടറി കിട്ടുന്ന കണക്ക് എല്ലാം അല്ല വിധിച്ച പോലെ. ശേഷം അവൻ വന്നിട്ടുണ്ട്. തിരിച്ചു വന്നിരിക്കുന്നു. പിങ്കി കുറെ നാളുകൾക്ക് ശേഷം അവർ ഒന്നിക്കുകയാണ്. എല്ലാരും ചോദിക്കുന്ന ചോദ്യം അതാ. ആബിദും ചോദിക്കുന്നത്, എല്ലാരും ചോദിക്കുന്ന റോഷൻ എന്തിന് ഇവിടെ 6:30 വന്നു? 9:30 കൊല്ലം എത്തും. നിങ്ങൾ എത്ര മണിക്ക് ഇറങ്ങി? 9:30 കൊല്ലം എത്തും. ഞാൻ കയറിയ ട്രെയിൻ 9:30. നിങ്ങൾ 10:30 കയറും. വീണ്ടും 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീണ്ടും 3 മണിക്കൂർ വീണ്ടും മെമ്മോയിൽ കയറി കയറണോ? അതിനെക്കാട്ടി ഇവിടെ നിൽക്കുന്നില്ല നല്ലത്. ലേറ്റ് കമർ, ഗ്രൂപ്പിലെ ലേറ്റ് കമർ. എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഇത് തന്നെ ഇവന്റെ പരിപാടി. ഇതാ ഇവന്റെ സ്ഥിരം പരിപാടി. ഹെൽമെറ്റ് ഇട്ടോണ്ട് ഓടിയ. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു 11 മണിക്കാട്ടാ ട്രെയിൻ രാവിലെ. അപ്പൊ പറയാം 11 മണിക്കല്ലേ, അതിനിപ്പോ എന്താ? എന്നിട്ട് കോൾ എടുത്ത് എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ചോദിക്കുക, നിങ്ങൾ 11 മണിക്ക് കേറിയോ? മണ്ടൻ. പക്ഷെ അവൻ എത്തി.
എങ്ങനെയെങ്കിലും എത്തിയിട്ടുണ്ട്. നമ്മളിപ്പം നമ്മള് വിളിച്ചിട്ട് ഇനിയിപ്പോ വരണ്ടെന്ന് പറഞ്ഞാൽ വരത്തില്ലായിരിക്കും. ഇപ്പൊ 4:20 guys, 4:20. പിന്നെ ഞാൻ അങ്ങോട്ട് വരണ്ട. 4:20 അപ്പൊ നമുക്കിനി കുമ്പളങ്ങിയിലോട്ടൊരു ബസ് നമുക്ക് സെറ്റ് ചെയ്യണം. നമുക്ക് കറക്റ്റ് അറിയത്തില്ല, നമ്മൾ ഫസ്റ്റ് ടൈമാണ് കുമ്പളങ്ങിലോട്ട് പോകണത്. അപ്പം നമ്മൾ ഇവിടുന്ന് ബസ് എവിടെ നിന്നാണ് കയറേണ്ടത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ബസ് കയറി കുമ്പളങ്ങിലോട്ട് പോകണം. നമ്മൾ 1, 2 നമ്മൾ 5 പേരുണ്ട് കേസ്. നമ്മളിപ്പോൾ 5 പേരുണ്ട്. സായ്സ് ബ്രോ വാട്ട് അബൌട്ട് കുമ്പളങ്ങി? കുമ്പളങ്ങി നമ്മൾ പോണത് നമ്മുടെ കുമ്പളങ്ങി പാട്ടുകൊണ്ട് ഒരു ഷൂട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗത്താണ് ആള് അവരെ പ്രൈവസി ടൈം പോലെ ഈ പറഞ്ഞോ. അപ്പൊ കുമ്പളങ്ങി സെക്കൻഡ് പാർട്ട് നമുക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ കുമ്പളങ്ങി നഴ്സിൽ മറ്റേ സൗബിളിൽ പെണ്ണ് കൊച്ചിനെ കൊണ്ട് വരത്തില്ലേ, അപ്പൊ ഈ സെക്കൻഡ് പാർട്ടിൽ അത് ഞാനാണ്. പെൺകൊച്ചി ഞാനാണ്. എന്നെ കഴിക്കുന്ന കൊച്ചില്ലേ, അവൻ വലുതായിട്ടാണ് ഇത്. ആബിദിന്റെ മുഖത്ത് ബ്ലഷ് കാണാം, കണ്ടോ? നസ്രുദ്ദീൻ വന്ന ഉടനെ കൊടുത്തിട്ടുണ്ട് കൊടുക്കാനുള്ളതൊക്കെ. അവന്റെ വൈഡ് കൊള്ളാവോ? ഇവന്റെ വൈഡ് ചെയ്തിട്ടുണ്ട്. റോഷൻ പറഞ്ഞ ആബിദിന്റെ വൈഡ് കൊള്ളാന്ന്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വൈഡ് ക്യാമറയാണ്. വൈഡ് ക്യാമറയുടെ കാര്യമുണ്ട്. നിങ്ങളാരും ഡെറ്റിമെന്റ് ആയിട്ട് ചിന്തിക്കരുത്. അപ്പം നമുക്കിനി ബസ് കയറി നമുക്കിനി കുമ്പളങ്ങി പോകണം. ഞാൻ ഒത്തിരി വട്ടമായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് നസ്രുദ്ദീൻ വരുന്ന ജാഗായിരുന്നു. എല്ലായിടത്തും ഒരു ശല്യമായിട്ട് അവനിങ്ങനെ പയ്യെ വരുന്നുണ്ടെങ്കിൽ നസ്രുദ്ദീൻ ഭയങ്കര എല്ലായിടത്തും അവൻ 10:30 വരെ കിടന്നുറങ്ങിട്ടേ നമ്മൾ ട്രെയിനിൽ ഇരിക്കുക കാത്ത്. അവൻ മെസ്സേജ് ഇടുന്നു, ഷർട്ട് ഇടണോ ടീഷർട്ട് ഇടണോ. മനസ്സിലാക്കിയത് അവൻ്റെ അടുത്ത്. അങ്ങനെ നമുക്കിനി ബസ് കയറിയിട്ട് നമുക്ക് അവിടെ വെച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, ക്യാമറ കൊച്ചി. നമ്മളിങ്ങനെ കൊച്ചിയിൽ പിള്ളേരും കൊച്ചിയിൽ അങ്ങനെ നമ്മൾ അണ്ടർഗ്രൗണ്ട് വഴി നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ നമുക്ക് അപ്പുറത്തിറങ്ങിയിട്ട് നമുക്ക് വലിയൊരു വണ്ടി വണ്ടി തരുമ്പോ അറിയത്തില്ല, ഇത് പച്ച കളർ വണ്ടിയാണ്. ആണെങ്കിൽ ലംബോ ആയിരിക്കും. ലംബോ ആണോ? അല്ലേ, എനിവേസ്. അപ്പം നമുക്ക് നമുക്ക് ഈ വഴിയാണ് ഗൈസ് നമുക്ക് പോകേണ്ടത്. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. എന്ത് ചെയ്യാൻ മൈക്കില്ല. വരൂ, ഞാൻ കഴിച്ചില്ല, ഞാൻ സ്ട്രോങ്. ഞാൻ ചായ കുടിച്ച സ്റ്റാമിനാണ് എനിക്ക്. അപ്പോൾ ഇത് ഓടി എന്താണെന്ന് വെച്ചാൽ കപ്പിൾസ് ഉണ്ട് ഗൈസ്. അപ്പം കപ്പിൾസിനെ പേടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഓടിയതാണ്. ഇച്ചിരി ചെവി ഇട്ടിട്ട് തരാം. നമ്മളപ്പുറത്തെ സൈഡ് എത്തി. നമ്മളതിന് ഇപ്പുറത്ത് ക്രോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെവി ഇട്ടിട്ട് തരാടാ. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് തരാടാ. നമുക്ക് ബസ് എടുത്തിട്ട് കട്ട് ചെയ്ത് സൗണ്ട് ആയിരിക്കും. അപ്പം ഇതാണ് റോഷന്റെ ഹെഡ്ഫോൺ. ഇത് റോഷന്റെ ഹെഡ്ഫോൺ, സായിസിന്റെ ഹെഡ്ഫോൺ. റോഷൻ ചെന്നൈ കൊണ്ട് എന്തോ എന്നെ പറ്റി ആയിരുന്നല്ല. ബ്രോയെ പറ്റി നമ്മള് പറയാറുണ്ടോടാ? പറയാ ബ്രോ. ഓ, അങ്ങനെ ഞാൻ ഈ ഹെഡ്ഫോൺ വീഡിയോയിൽ എങ്ങനെ ഇരിക്കുന്നു ഇടാൻ വേണ്ടിട്ടതാണ്. തിരിച്ച് റോഷന്റെ നമുക്ക് സമാധാനമാണ് വരുന്നത്. എന്നാ റോഷ നീ ഇത് വെച്ചോ. റോഷൻ ഇല്ല ബ്രോ, ബ്രോ വെച്ചോ. നമുക്ക് അങ്ങനെ ഒരു വ്ലോഗ് എടുത്താലേ അത് അങ്ങോട്ടങ്ങനെ കയറും. പാലത്തിന്റെ എന്തിനാണ് നീ എന്തിനാ ഇവിടെ നിന്ന്? പിന്നെ ഒരു ബസ് അവിടെ പാലത്തിന്റെ അറ്റ. റോഷന്റെ അടുത്ത് ഒന്നും ചോദിക്കണ്ടായിരുന്നു. ഈ റോഷൻ ഒരു തേങ്ങ അറിയത്തില്ല, ഉള്ളത് അറിയാലേ. എടാ ഞാൻ ബസ്സിലൊന്നും കേട്ടില്ല, ഞാൻ വണ്ടിയിലേ പോയിട്ടുണ്ട്. അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യം. നസ്രുദ്ദീന്റെ സ്കാം ഒക്കെ ഉണ്ട്. ഇവന്മാര് ട്രെയിനിങ്ങിന് 2 ആഴ്ച വന്നിട്ടില്ലേ ഹുണ്ടായി കയറിയിട്ട്. നസ്രുദ്ദീൻ പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് ചേർന്നോളത്ത് വരുന്നത്. ഒരാഴ്ച നമ്മളൊരു പരിപാടിക്ക് ഇന്ന് വന്നേ. മീറ്റപ്പ് അല്ല, പരിപാടി നിർത്തി നാളെ കേട്ടിട്ടുണ്ട്.
കിടക്കാൻ പറ്റുമോ ഗൈസ്? അങ്ങനെ നമ്മൾ തോപ്പുംപടി ബസ് ഇതിലായിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്കിനി ബസ് തപ്പി നമ്മൾ ലോകം മൊത്തം ചുറ്റി നടക്കുകയാണ്. ഒരുപാട് ട്രാഫിക് പോത്തില്ല മറച്ചിട്ടിരിക്കുന്നുണ്ടില്ലേ? എന്താടോ ഇങ്ങനെ ഈ വണ്ടിയെ കിട്ടണല്ലേ? നമ്മുടെ പ്രൊമോഷൻ ഇതിനൊക്കെ വരണം. സർപ്രൈസ് റിവീൽ ചെയ്യാനുള്ള സമയമാണ്. ബസ് വന്ന് നിന്നല്ലോ നമ്മളേന്ന് പറയാൻ ആ വണ്ടി പോയി. നമ്മളൊരു വണ്ടിയോടെ റെന്റിന് കൊടുത്തത്, അത് പോയി കാണിച്ചു നടക്കേണ്ടി വരും സുഹൃത്തുക്കളെ. അല്ലേ വീശി കാല് വീശിയാടാ. ഈ ദുബായ്ക്കാരന്റെ കാര്യം ഇവിടെ നമ്മുടെ റോഷൻ ദുബായിന്ന് വന്നോണ്ടേ പെട്ടിയൊക്കെ നിറങ്ങിയിരിക്കുന്നു. എന്താണ് അതിനകത്ത്? ഈ സായിഫിൽ ഒന്നും മിണ്ടുന്നില്ലല്ലേ? മിണ്ടുന്നുണ്ട് മുമ്പിൽ ഇപ്പൊ വിളിച്ചൊന്നും മിണ്ടിട്ട് എങ്ങനെ ആളെ കാണിക്കണ്ടേ? ഒരാള് സായിഫിലോട് തന്നിട്ട് പറയാ, ബ്രോ കാണുന്നോടൊന്നുമില്ല ജിമ്മനല്ലേ? അല്ല നോർമലി പറഞ്ഞ ഫോട്ടോ വീഡിയോയിലൊക്കെ കാണുമ്പോ ഒന്നും ഇനി അലി ഉറങ്ങത്തില്ല. ഫോറാംസ് ഒക്കെ നല്ല സൈസ്. എന്റെ അലിക്ക് തൃപ്തിയായി. പിന്നെ എന്റെ അടുത്ത് ഇത് എപ്പോഴും പറയുന്ന കാര്യമായോണ്ട് എനിക്കത് പുതുമയല്ല. എല്ലാം എഡിറ്റ് ചെയ്ത് സെറ്റ് ആയിട്ട് മാസ് പ്ലസ് ഇവന്റ്. അല്ലല്ല, ആ ബ്ലോഗ് എഡിറ്റ് ചെയ്തിട്ട് ആ ബ്ലോഗിന്റെ ബേസ് ചെയ്ത് നമ്മളൊരു റീൽ. അല്ലല്ല, സെക്കൻഡ് അക്കൗണ്ടിൽ നീ പറയാത്ത ഒന്നുമില്ല അതില്. സത്യം പറയാം, അപ്പൊ അത് എന്റെ വീട്ടില് എന്റെ സ്പൈൻ പൊട്ടും. നീ പറഞ്ഞതാ അതൊക്കെ. ഞാൻ തന്നെ ഉപ്പുന്നായി പോയി. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാകത്തില്ല, കാരണം നമ്മളത് ഇട്ടിട്ടില്ല. അതുകൊണ്ടാ ഇടുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, അതിട്ടിട്ട് ഇതിടത്തോളൂ, അപ്പൊ മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ ഇതിന് മുമ്പ് ഒരു ജിം ബ്ലോഗ് കാണും, അത് എല്ലാവരും കണ്ടിട്ട് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അതിൽ എന്റെ അവസ്ഥ മനസ്സിലാവും. ചതിയാണ് അവിടെ നടന്നത്. ചതിയും വഞ്ചനയുമാണ് അവിടെ നടന്നത്. സത്യം എടുക്കണമെന്നുണ്ടായിരുന്നു ഫ്രണ്ട്, എന്നിട്ട് ഫുള്ള് കാണുന്ന രീതി എടുത്തൊന്നില്ലായിരുന്നു. സോ ഗൈസ്, അതാണ് എടപ്പള്ളി. എടപ്പള്ളി ചർച്ച്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, എനിക്കും അറിയത്തില്ല. ആദിലാ പറഞ്ഞു തന്ന, കാരണം ആദിൽ ഇതിനു മുമ്പ് കൊച്ചിയിലാണ് നിന്നിട്ടുള്ള. അപ്പൊ ആദിലിനറിയാം, അതുകൊണ്ട് ആദിൽ കാണിച്ചത് ഒന്നുകൂടെ കാണിച്ചു കൊടുത്തേ. ആബിദ്, കൊച്ചിക്കാർക്കൊക്കെ അറിയായിരിക്കും എല്ലാവർക്കും, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. എന്തായാലും അടിപൊളി പള്ളി, നല്ല രസമുണ്ട് കാണാൻ. അടുത്ത ഒരാളെ കണ്ടു സംസാരിക്കുന്നു. സഹൃദുക്കളെ നാസർ കള്ളന്മാര് നിൽക്കുന്ന കണക്ക് ഒളിച്ച് നിൽക്കുന്നു. കള്ള ലക്ഷണത്തിൽ ഒളിച്ച് നിൽക്കുന്നു. കണ്ട നാസർ ഹായ് പറയൂ. ഹലോ. കണ്ട, ഇതാണ് നമ്മുടെ നാസറുദ്ദീൻ. ലേറ്റ് കമർ നാസറുദ്ദീൻ. യെസ്. തോപ്പുംപടി ചേട്ടാ. തോപ്പുംപടി ഹലോ. അപ്പൊ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. തോപ്പുംപടിയിലെ ബസ് ഇവിടെ വരുന്നതായിരിക്കും. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് നമ്മൾ ബസ് കയറി കുമ്പളങ്ങി എത്തിയിട്ട് നമ്മൾ അവിടുത്തെ ആൾക്കാരെ കോൾ ചെയ്യും. അപ്പം അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്യുമെന്നാണ്. ആക്ച്വലി നമ്മുടെ ക്യാബ് എന്തോ ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അതാണ് നമ്മൾ ബസ്സിൽ പോകേണ്ടി വന്നത്. എന്ത് ചെയ്യാൻ, ഡ്രൈവറിനെയൊക്കെ മാറ്റണം. ഡ്രൈവറിനെ മാറ്റണം. അവൻ ക്ലച്ച് ഇടുന്നത് ശരിയല്ല. സത്യം, അവന്റെ പല ടൈമിൽ ആ ക്ലച്ച് ഇടൽ കാണുമ്പോഴേ അറിയാം. ആരാധകരാന്ന് തോന്നുന്നു. അവിടെ മോളിൽ നിന്ന് കയ്യൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ കയ്യൊന്ന് കാണിക്കേണ്ട തിരിച്ച്. ആരാധകരെ കാണിച്ചു കൊടുക്കും അബിത്. ആള് കൂടും. നമ്മുടെ ബസ് വന്നു എന്നാണ് പറയുന്നത്. നിർത്തത്തില്ലെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ കാശ് നോക്കാണ്ട് 5 ടിക്കറ്റുകളാണ് നമ്മൾ തോപ്പുംപടിയിലോട്ട് എടുത്തിരിക്കുന്നത്. കുറെ നാളുകൾക്ക് ശേഷമാണ് ബസ്സിൽ കയറുന്ന. എക്സ്പീരിയൻസ് ആയിരിക്കും.
പിന്നെ നമ്മുടെ പുതിയൊരു ചേട്ടൻ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു. നമ്മുടെ സബ്സ്ക്രൈബറാണ്. എല്ലാവരും ആ ചേട്ടനെ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ഒക്കെ ചെയ്യണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പറയും എന്തെങ്കിലും. കാശ് നമ്മള് ഒന്നാം നോക്കിയിട്ടില്ല. ക്യാമറ കേറി ടിക്കറ്റ് അങ്ങോട്ട് എടുത്തു. ആബിദ് ആണ് കൊടുത്തത്. നമ്മളെല്ലാം ഗൂഗിൾ പേ ഇട്ട് കൊടുത്തു. പറഞ്ഞു ആബിദിന്റെ ഡെഡിക്കേഷൻ എങ്കിലും കണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ആബിദിന്റെ ഡെഡിക്കേഷൻ കൂട്ടത്തിൽ ഒരുത്തരുണ്ട്. നസറുദ്ദീൻ കാണുന്നില്ല, ഡോറും തുറന്ന് കിടക്കുന്നത് കാണുന്നില്ല. നസറുദ്ദീൻ വണ്ടി ഓട്ടിക്കാൻ പോയിരിക്കും. നസറുദ്ദീന് വണ്ടി ഓട്ടിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് സേഫ് ആയിട്ട് നിൽക്കണം കേട്ടോ. പിറകിലോട്ട് ഇനി എവിടെ പോവാൻ കണ്ണാടി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പോയ റിസോർട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതാ നമ്മള് ആബിദിന് വേണ്ടിയിട്ട് കൂട്ടത്തിൽ എംപ്ലോയിഡ് ആബിദാണ്. ആബിദിന് വേണ്ടി മാറ്റി 3-നാക്കിയിട്ട് ആബിദിന് വരുത്തിച്ചില്ല. നമ്മള് ലാസ്റ്റ് ഫ്രൈഡേ പോകലായിരുന്നു. വേറൊരു കാര്യം, ആബിദിന്റെ ഡെഡിക്കേഷൻ നിങ്ങളാരും കാണാതിരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആബിദിന്റെ ഓഫീസിൽ നിന്ന് കൊളീഗ്സ് എല്ലാവരും കൊടൈക്കനാൽ ട്രിപ്പ് പോയിരുന്നു. അത് ക്യാൻസൽ ചെയ്ത് നീ പോയിരുന്നെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് അവൻ നമ്മളോട് എന്ന് വന്നില്ല. ആബിദും സൗന്ദര്യ പിണക്കത്തിലും കൂടെയാണ്. അപ്പം ആ ഒരു പിണക്കം മാറ്റാനും കൂടെയാണ് നമ്മൾ ഈ ട്രിപ്പിന് വന്നേക്കുന്നത്. അതെ, കാരണം അത് ആ റീസൺ നമ്മൾ പറയുന്നത് ഡിവോഴ്സിന്റെ വക്കിലാണ് സുഹൃത്തുക്കളെ. 25 കിലോമീറ്റർ ഇങ്ങനെയല്ലേ നമുക്ക് ഇവിടുന്ന് 25 കിലോമീറ്റർ ദാ പറയുന്ന കണക്ക് പോത്തില്ല. 25 കിലോമീറ്റർ കണക്ട് ആയ പച്ചയല്ലേ? ക്യാമറമാന് നമ്മൾ എംപ്ലോയിഡിന് പരിഗണന. അത് തന്നെ പറയണം, പരിഗണന. എംപ്ലോയിഡിന് പരിഗണന. എന്റെ പോലെ ഇതിനകത്തൊക്കെ നിന്നാലേ എറണാകുളം വെരി വെരി നോട്ടി പ്ലേസ്. ട്രാഫിക് ആൻഡ് കൺജസ്റ്റഡ് പാലരോട് ഇനിയുള്ളൊരു 20-22 കിലോമീറ്റർ നമുക്ക് പോവാൻ. അപ്പൊ ഒത്തിരി നമ്മൾ അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും 6 മണിയാവും. എക്സ്പീരിയൻസ്. അവിടെ ഇറങ്ങിയിട്ട് കുമ്പളങ്ങി പിന്നെയും പോകണം. അവര് ചോദിച്ചെന്നറിയോ, 4:00 ഒരു പരിപാടി ഉണ്ട്, അപ്പൊ അതിന് മുമ്പ് നമ്മൾ എത്തുമെന്നാണ് അവർ ചോദിച്ചത്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം നമ്മൾ എന്തായാലും ബ്ലോഗിൽ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞില്ല പാട്ടായിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ കുറച്ച് പാട്ട് ഇന്നായിരിക്കും, ബാക്കി നമ്മൾ അവിടെ പോണത്രയും ഇന്നായിരിക്കും, ബാക്കി അടുത്തതായിരിക്കും പാട്ട് അല്ലെങ്കിൽ ഭയങ്കര ലോങ് ആയിട്ട്. അപ്പൊ നമ്മള് ഓരോ ഇഞ്ചും കാണിച്ചു തരാം, നമ്മൾ ചെയ്യുന്നതും സ്ഥലങ്ങളും ആക്ടിവിറ്റീസും എല്ലാം. അപ്പം ലോങ് ആവില്ലേ അത്? തല ഇറങ്ങി വീണോ സംശയമുണ്ട്. ഇല്ല, നാസർഗിരി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇവിടുന്ന് ചാടാനാ വേണ്ടത്, വേണ്ട. അങ്ങനെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഈ സ്കൂളും കോളേജൊക്കെ വിട്ട ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ട് ഇവിടെ. മാത്രമല്ല ക്യാമറ ഭയങ്കര ഷേക്കിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മളവിടെ ഇറങ്ങിയിട്ട് ബാക്കി കാണിക്കാം. കുറച്ച് പാടാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ബാക്കി പരിപാടി എന്താണെന്ന് വെച്ചാൽ കാണിക്കാൻ കഴിയും. ഗൈസ്, ഇതാണ് എൻ്റെ അതിലെ ഫിറ്റ് ഓഫ് ദ ഡേ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് കയാക്കി ഫൈലാണ് ഗൈസ്. നമ്മളിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ആഫ്റ്റർ അവേഴ്സ് ആൻഡ് അവേഴ്സ് ഓഫ് ഹെക്റ്റിക് ട്രാവലിംഗ് നമ്മളിവിടെ കയാക്കി ഫൈൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇതിന് അകത്തോട്ടുള്ള ടൂറിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. കം ഓൺ ബ്രോ. നമുക്കിനി അകത്തോട്ട് പോയിട്ട് അകത്ത് എന്തൊക്കെയാ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം. ഇത് സ്ഥലം എവിടെയാന്ന് വെച്ചാൽ കുമ്പളങ്ങിയിൽ അങ്ങ് അറ്റത്താണ് ഇത്. അപ്പം ബസ്സിൽ കയറിയാലും വരാം, എല്ലാവർക്കും വരാം. അപ്പോൾ മാപ്പിൽ നോക്കിയ സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പം നമുക്ക് അകത്ത് എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം സുഹൃത്തുക്കളെ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മൊത്തം കായല് കാട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും എല്ലാ പരിപാടിക്കും ആ ഒരു വൈബുണ്ട്. സത്യം കുറച്ച് ചില്ലാവാൻ പറ്റിയൊരു ഏരിയ ഉണ്ട്. ചില്ലാവാൻ പറ്റിയിട്ട് നമുക്ക് ഇനി അകത്തോട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് നമ്മളെ കൂടെ വന്ന 2 വാളികൾ ഫ്രോഡ്സ്. അങ്ങനെ നമ്മൾ അകത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനി അകത്തോട്ട് ഫുള്ള് കാണാം. നമുക്ക് ഫുഡിന്റെ അതാണ് നമ്മുടെ ബ്രോ. ഇവിടുത്തെ ആള് അതാണ് നമ്മുടെ ബ്രോ നമ്മളെ ഇൻവൈറ്റ് ചെയ്തേക്കുന്ന. അപ്പം നമുക്കിപ്പം ഒരു ചെറിയ വെൽക്കം ഡ്രിങ്ക് കണക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, അപ്പം അത് നമുക്ക് കുടിച്ച് മെഴുകാം.
അപ്പം നമുക്ക് ഫുഡ് കഴിക്കുന്ന ഏരിയയിലോട്ട് നമുക്ക് ഇതാണ് ഫുഡ് കഴിക്കുന്ന ഏരിയ. നമുക്ക് ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ജ്യൂസാണെന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ. കണ്ടില്ല. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികള്. അവിടെ ഡി ജെ പാട്ടൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ കയാക്കിങ് ചെയ്യാൻ പോണ നമ്മളുടെ ബോട്ടുകൾ. ഇതാണ് കയാക്കിങ് ചെയ്യാൻ പോണ ബോട്ട്. ഇതൊക്കെ ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ്. പക്ഷെ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ കയാക്കിന് ഇവിടെ ഓട്ടയുണ്ട്. അപ്പം മുങ്ങിപ്പോയി ഓട്ടയില്ല, അടവാണ്, കുഴപ്പമില്ല. അപ്പം ഒരെങ്ങനുണ്ടോ ഇവിടെ? ഇല്ലേ, ഞാനിപ്പോൾ സംസാരിച്ച് അപ്പം പറഞ്ഞേക്കുന്നത് രാവിലെ 6:30 ഒരു വേറൊരു ഐലൻഡ് ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ പോവാന്ന് പറഞ്ഞേക്കുന്നത്. നമ്മളിപ്പോൾ ലേറ്റ് ആയി പോയി. ആക്ച്വലി നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ വരണമായിരുന്നു. അപ്പോൾ ഈവനിങ് അവർ പ്ലാൻ ചെയ്തത്. പക്ഷെ നമുക്ക് എത്താൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ 3 മണിക്ക് അവിടെ എത്തി. എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ 6:45. അത്രയും ടൈം എടുത്തു. പിന്നെ ബസ് സൂപ്പർ ആയിരുന്നു. ട്രാഫിക് എൻ്റെ പോലെ. നമ്മൾ ബസ്സിലാണ് കൈസ് വന്നത്. അപ്പം നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്ന സ്റ്റേ കാണിച്ചു തരാം. അതിനകത്താണ്. അതാണ് നമ്മുടെ സ്റ്റേ കുടിച്ചിട്ടകത്തോട്ട് പോകാൻ പറ്റും. കുറെ നേരം തോന്നും. അപ്പം നമ്മൾ ഒരു 5 മിനിറ്റ് സ്റ്റേ കാണിച്ചു. ലെറ്റ്സ് ഗോ ആൻഡ് ഡ്രിങ്ക് സം ഡ്രിങ്ക്സ്. കട്ട് ചെയ്യണ്ട. നമ്മള് അവർ ഗ്യാങ് നാസറെ കേറുന്നില്ലേ? നാസർ എന്തിനാ മാറിയിരിക്കുന്ന? ആ ഒരു ഹായ് പറയൂ. സോ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പോയി ജ്യൂസ് കുടിക്കാൻ സാക്ഷ്യ വേണം. ബസ്സിൽ വെച്ച് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ വിഷയം. ഇനി നമുക്ക് കുറച്ച് ഡ്രിങ്ക്സ് നമുക്ക് അവിടെ ഇരുന്ന് പിടിക്കാം. സോ ഗൈസ്, എന്താണ് ആദിൽ പറയൂ, എന്താണ് ആദിലിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല ജ്യൂസ്, കുറച്ച് തൊലിയിട്ടടിച്ചുകൊണ്ട് കുറച്ച് കയ്പുണ്ട്, പക്ഷെ കുഴപ്പമില്ല. തൊലിയിട്ടടിച്ച് എല്ലാത്തിനും കയ്പ് വരും. ഇതാണ് നമ്മുടെ സ്റ്റേ ഒന്നുകൂടി ഒന്ന് നമ്മളകത്തോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. നല്ല സ്റ്റേ എന്നാണ് നമ്മളൊരു നിഗമനം. അപ്പം നമുക്ക് അകത്തോട്ട് പോകുമ്പോൾ അതേപോലെ അഭിപ്രായം. ഇതിപ്പം ഫാമിലീസിന് നിൽക്കാൻ പറ്റിയ 2 സ്റ്റേ ഈ 2 ഇത്. പിന്നെ 25 മെമ്പേഴ്സിന് നിൽക്കുന്ന ഡോർമെട്രി ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വേറെ ഡോർമ, അതായത് അറ്റ് എ ടൈം 35 പീപ്പിൾസിന് നിൽക്കാന്ന് പറഞ്ഞു. ടോട്ടലി ഇവിടെ അല്ല ഡോർമെട്രി ആണ്. പിന്നെ കയാക്കിനാ ഇവരുടെ മെയിൻ എന്ന് പറഞ്ഞു. അത് ആ കായലുണ്ട് അവിടെ ഫുള്ള് കയാക്കിനാ അവര് മെയിൻ ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. അവരുടെ ഫസ്റ്റ് പേര് തന്നെ കയാക്കിഫൈ എന്നാണ്. അപ്പൊ നമുക്ക് ഊഹിക്കാമല്ലോ, കയാക്കിനാണ് ഇവരുടെ മെയിൻ സെറ്റപ്പ്. ഇത് കയാക്കിന് മറ്റേ തുഴയുന്ന സാധനം കണ്ടാ, തുഴയുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് രാവിലെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമുക്കവിടെ ഇടിസഞ്ചിയൊക്കെ ഉണ്ട്. ഇടിസഞ്ചി ബോക്സിങ് ഇടിസഞ്ചിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അങ്ങോട്ട് സായിസ് എങ്ങനെയുണ്ട് ആദ്യത്തെ ആ ഒരു എക്സ്പീരിയൻസ് കണ്ടിട്ട്? സ്റ്റാർട്ടിങ് ഫ്രം ദി ജ്യൂസ് ഐ ലൈക്ക്. നസറുദ്ദീൻ പറയാം ബാക്കി. സൂപ്പർ. ഇനി ആദിൽ പറയൂ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇതുവരെ ഐ ആം സാറ്റിസ്ഫൈഡ്. ഞങ്ങളകത്ത് കണ്ടില്ല, റോഷൻ മാത്രം അകത്ത് കണ്ടോളൂ. അതുകൊണ്ട് കേറി കണ്ടത് റോഷനല്ലേ. ഇപ്പം റോഷൻ ക്യാമറയും മൈക്കുമായിട്ട് ഡോറ് തുറന്നകത്ത് നിന്നിട്ട് നമ്മൾ കയറി. അപ്പൊ നമ്മൾ റിയാക്ഷൻ ഓക്കെ, നല്ലൊരു ഐഡിയ ആണ്, ചെയ്യാം. ഹലോ, ചുമ്മാ ആരും എനക്കുന്നില്ല. വി ഹാവ് എ ഡോഗി. പെറ്റാണ് കേസ്. ഇതിന്റെ പേരാണ് ജാങ്കോ. അപ്പം നമ്മുടെ സുഹൃത്താണിത്. അപ്പൊ റോഷൻ പട്ടികളുടെ മാസ്റ്റർ ആണെന്ന് അവൻ കണ്ടാ. ജാക്കിലടാ വാലനക്കുന്നില്ല, അധികം ടച്ചിക്ക് പോകണ്ട. പട്ടിയല്ല, ക്രോസ് ആണ്. ഇതൊരു പിറ്റ്ബുള്ളല്ല, വോഡാഫോൺ പട്ടി. പോകെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനകത്തുള്ള സ്പാനിഷിൻ ഗൈ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നഗറ്റ്സിന്റെ ഷേപ്പുകൾ കണ്ടാൽ നിങ്ങൾ നെട്ടും. നമ്മൾ കുറച്ച് കെച്ചപ്പും
കുറച്ച് മയോനൈസും കൂട്ടി നമുക്കൊരു പിടി പിടിക്കാം. നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഒന്ന് ചില്ലായിട്ട് നേരെ അതിലോട്ടൊരു ചാട്ടം ഉണ്ട്, കാണിച്ചു കൊടുക്കുക അബിത്. അതിലോട്ടൊരു ചാട്ടം ഉണ്ട്, അവിടെ നിന്ന് നീന്തിയാണ് നമ്മൾ അതിലോട്ട് കേറാൻ പോണ. ചോര പറ്റിച്ച സോ ഗൈസ്, ഞാൻ റൂം ഫസ്റ്റ് കണ്ടായിരുന്നു, ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അവന്മാരുടെ റിയാക്ഷൻ എടുക്കാം. ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവന്മാരവിടെ നിൽക്കുന്നു. ഇതാണ് നമ്മുടെ സ്റ്റേ പറഞ്ഞിട്ടുള്ളത്. ഹായ് ഡോർ. ഇതാണ് ഫസ്റ്റ് ലുക്ക്. ലൈറ്റ് ഒക്കെ എവിടെയാണല്ലോ. ഇതൊന്നുമല്ല സ്വിച്ച്, ചമ്മിപ്പോയി ആണ് നമുക്കിത് വരുന്ന. മുകളിൽ ഒരെണ്ണമുണ്ട്, സ്റ്റെയർ കയറി മുകളിലും കൂടെ ഒരെണ്ണമുണ്ട്. പിന്നെ ഇതാണ് വ്യൂ. മോർണിംഗ് വ്യൂ അടിപൊളിയായിരിക്കും, ഉറപ്പാണ്. നമുക്ക് 6 മണിക്ക് എന്തൊക്കെയോ അവർ ലൈക്ക് മോർണിംഗ് 6:30 എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ല ലേറ്റ് ആയതുകൊണ്ടേ. ബട്ട് യാ, കൊള്ളാം. How is it? മുകളില് ഫസ്റ്റ് താഴെ നോക്കി, ഞാൻ മുകളിൽ കാണിച്ചില്ല. ഇല്ല, കൊള്ളാം, വൃത്തിയുണ്ട്. ഇല്ലേ, ആ നല്ല. എടാ ഡോറാണ് നാസർ ഡോറാ. എന്താ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇവർക്ക് ഇഷ്ടപ്പെടുമെന്ന്. കാരണം ഫസ്റ്റ് ഞാൻ കയറിയപ്പോഴും എനിക്കും നൈസൊരു ഇംപ്രഷൻ വന്നായിരുന്നു. എനിക്കും ഫസ്റ്റ് വന്നപ്പോ നല്ലൊരു ഇംപ്രഷൻ കിട്ടിയായിരുന്നു. സത്യം നല്ല ആഴകാണ് പോടാന്ന്. ആബിദിന്റെ ഇടക്കിടന്ന് പൊക്കളല്ലേ. കൊള്ളാം കഴിച്ചു. ആബിദിനെ ഉള്ള പേടി, ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങാനും പോയാ പിന്നെ ചൂണ്ട ഇടേണ്ടി വരും. ആ മുകളിലോട്ട് ഞാനും പോയില്ല. രാവിലെ റൂമല്ലേ രാവിലെ ദ്വീപുണ്ട്, അവിടെ കൊണ്ടുപോകുന്ന പറഞ്ഞ നമ്മളങ്ങനെ ഇതിൽ കൂടെ അല്ലേ നമ്മള് കയാക്കിങ് ചെയ്ത് പോകും. സിംഗിള് തന്നെ. നമ്മുടെ കുഴഞ്ഞ് പകുതി കിടന്നിട്ട് ബാക്കി ഊബർ ഇടാം. ഗൈസ്, സോ TV ഉണ്ട്, AC ഉണ്ട്, ഫാൻ ഉണ്ട്. ലെറ്റ്സ് ഗോ അപ്പ്. ഇനി മുകളിലത്തെ ഇംപ്രഷൻ ഞാനും മുകളിൽ കണ്ടില്ല. സ്റ്റെപ്പ് ഉണ്ട്. ഇവിടുത്തെ സ്വിച്ചിനെ ഒന്നും എനിക്ക് അറിയാൻ വേടാ. ഞാൻ കുറെ ഇട്ട് നോക്കി, ഒന്നും കാണുന്നില്ല. എവിടെയെങ്കിലും കാണും. മുകളിൽ ലൈറ്റ് ഇല്ല. കണ്ട ഗൈസ്, ഇതാണ് വ്യൂ. നിങ്ങൾക്ക് ഇപ്പഴേ കണ്ടാൽ മനസ്സിലാവും സംഭവം. ഹോണസ്റ്റ് റിവ്യൂ 10 എങ്ങനെ പോലെ 9.5 അല്ലേ? റൂം അടിപൊളി. 9.5 മാറി ഹാബിദേ. ഓ ഗൈസ്, ലൈറ്റ് 1 സെക്കൻഡ്. ഇവിടെ ലൈറ്റ് സീരിയസ്ലി ബെഡ് ആംബിയൻസ് കേട്ടോ, നല്ല ആംബിയൻസ്. ഇപ്പം കപ്പിൾസ് ആയാലും ഫ്രണ്ട്സ് ആയാലും അല്ലേ, ഫാമിലിക്കും കൊള്ളാം, സ്റ്റേ കൊള്ളാം. മുകളിൽ നിന്നുള്ള വ്യൂ ആണിത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. 5 പേർക്ക് സുഖമായിട്ട് കിടക്കാം അല്ലേടാ? 5 പേർക്ക് സുഖം. 5 അല്ല, അതിൽ കൂടുതൽ കിടക്കാം. കാരണം നമ്മൾ ഇതിലും ദാരിദ്ര്യമായി കിടന്നിട്ടുണ്ട്. 5 കറക്റ്റ്. മിനി ഫ്രിഡ്ജ്, ഒരു TV, മിനി ഫ്രിഡ്ജ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഇതൊക്കെ പറയാം. മിനി ഫ്രിഡ്ജ് ഉണ്ട്, ഒരു ഫ്രിഡ്ജ്. ഗൈസ് 1 സെക്കൻഡ്, ഞാൻ ഒന്ന് ഫ്ലാഷ് ഓഫ് ചെയ്യട്ടെ. നമുക്കൊരു ഫ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവര്, ഒരു TV. ഡോർ ക്ലോസ് ചെയ്യടാ. AC ആണ്. AC അത് തുടക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എംപ്ലോയിഡ് ആയിട്ടുള്ള ആബിദിന് AC ഇല്ലാണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആബിദിന്റെ റിക്വസ്റ്റ് പ്രകാരം ചുമ്മാ അതൊക്കെ ചുമ്മാ. പിന്നെ കോഫി മേക്കേഴ്സ് ഉണ്ട്, കോഫി ഇതൊക്കെ നമുക്ക് ഇട്ട് കുടിക്കാം. കോഫി ഉണ്ട്, നമുക്ക് ഷുഗർ, ചായ ഉണ്ട്, കപ്പ് ഉണ്ട്, കുളിക്കാൻ. ഇതൊക്കെ എന്തോന്ന് അറിയത്തില്ല എനിക്ക്. സോപ്പ് മതി, മോയ്സ്ചർ, ഷാംപൂ, സൺസ്ക്രീന്, ഷവർ ജെല്ല്, പിന്നെ കണ്ടീഷണർ, എന്താ സ്പൂണാ? സ്പൂണും കാര്യങ്ങളും. സ്പൂണാ? എന്തോ ഒരു സാധനം അതൊക്കെ പണക്കാർ ഉപയോഗിക്കുന്നത്. പിന്നെ ബാത്റൂം, ഇത് ബ്രഷും പേസ്റ്റും കാര്യങ്ങളും. ഓക്കെ. അപ്പൊ എനിക്ക് ബ്രഷ് ചെയ്യാനുള്ള ഇതായിട്ടുണ്ട്. ഇനി ബാത്റൂമാണ് ഗൈസ്. മോസ്റ്റ് ഹൈജീനിക് തിങ് എന്റെ കാര്യത്തിൽ. എനിക്ക് ഹൈജീൻ നിർബന്ധമാണ്. ഇതാണ് ബാത്റൂം.
കുളിക്കാൻ പറ്റിയ ആംബിയൻസ് ഉള്ള ലൈറ്റ്. ഇവര് ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ചെറിയ സെറ്റപ്പില് വലുതായിട്ട് ചെയ്തിരിക്കും. അതായത് ഓവറായിട്ട് റൂം ഇറക്കിയിട്ട് ചെറിയ ഇതില് വലിയ സെറ്റപ്പ് ചെയ്തിരിക്കും. ഓവറായിട്ട് റൂം ഇറക്കി കുറച്ചില്ല, ഉള്ളതില് പ്രീമിയം ഒരു ടച്ച്. ഇപ്പം സ്ഥലം കുറവാന്ന് വെച്ചാൽ ചിലർ കൊച്ചു വീട് വെക്കും, പക്ഷെ ഇത് സ്ഥലം കുറവില് ഇവര് മാക്സിമം പ്രീമിയം ലുക്ക് സാധനം ചെയ്തിട്ടുണ്ട്. അകത്ത് കേറുമ്പോ തന്നെ എന്ത് കോസിൻസ്. എടാ നാസറേ, ആ രണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത്, ആ വൈറ്റ് ഉണ്ട് ഓഫ് ചെയ്ത്. അതായിരിക്കും വെട്ട. ഇത് ഇത് നോക്കി. ഇല്ല വാം ലൈറ്റ് നല്ല കിട്ടും വീഡിയോ. വാം ലൈറ്റ് നല്ല രീതിക്ക് കൊള്ളാലോ, വീഡിയോ കൊള്ളാലോ. കൊള്ളാലോ, വ്യൂ കൊള്ളാലോ. എടാ എനിക്ക് അറിഞ്ഞൂടാത്ത ലൈറ്റിംഗ് ആടാ അതിലെ. നാസറുദ്ദീൻ ഒരു ഇൻവെർട്ടർ ബോയ് ആയതുകൊണ്ട് നാസർ എവിടെയൊക്കെ ക്യാമറ ഉണ്ട്, അപ്പൊ നമ്മൾ സെൽഫി എടുക്കുകയാണെങ്കിൽ പയ്യെ നാസർ അങ്ങ് മാറിയിരിക്കും. എന്തല്ലേ അല്ലെന്ന് പറയാൻ പറ്റുമോ? കണ്ട നാസറിനെ കണ്ട എക്സ്ഹോസ്റ്റ് ആവുന്നത്. നാസർ എക്സ്ഹോസ്റ്റ് ആവുന്നത്. അതിൽ രാത്രി കഴിക്കാൻ ഫുഡ് എന്തുവാ? രാത്രി നമുക്ക് രാത്രി കഴിക്കാൻ അത് അവര് നല്ല ഫുഡ് എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇത്ര വന്ന സ്ഥിതിക്ക് നല്ലൊരു ഫുഡ് ആയിരിക്കും. ഇനി നമ്മുടെ രാത്രിയത്തെ ഫുഡ് എന്താന്നുള്ള ഇത് അടുത്തത് നമ്മളിനി മോർണിംഗ് വ്യൂസ് ഒക്കെ കാണിക്കും കേട്ടോ. മോർണിംഗ് നമ്മൾ കയാക്കിൻ പോകുന്നുണ്ട്, രാത്രി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കയാക്കിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വ്ളോഗിലായിരിക്കും ഗൈസ്. ട്രൂ. അല്ലെങ്കിൽ ഭയങ്കര ലോങ് ആയി പോകും. ഇപ്പൊ തന്നെ ലോങ് ആയി 10 മിനിറ്റ് കൂടുതലായിക്കാണല്ലേ ബ്രോ? 10 അത് അരമണിക്കൂറൊക്കെ ആയിട്ടാണ്. എന്താ ബ്രോ ടൈമർ ടൈമർ അടിച്ചാ? എന്നാ ഇവിടെ ഇനി തലകറക്കം മാറിയാ? എന്നാ ഇവിടെ ഇനി ഗോളങ്ങളും താളങ്ങളും അത്ര സുഖം ബ്രോ. ഓക്കെ, ഓവറാണെന്നാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ബാക്കി നമുക്ക് പുറത്തോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മൾ കുളിച്ച് ഫ്രഷായ എല്ലാവരും നെക്സ്റ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിക്കുകയാണ്. ഇന്ന് ഹാലോവിൻ ഡേ ആയതുകൊണ്ട് ഫുഡ് കഴിക്കുക, ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ആചാരം. അതെ. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മളെല്ലാരും കയ്യില്ലാത്ത ഉടുപ്പൊക്കെ ഇട്ട് നമ്മളിന്ന് കുറച്ച് ഫ്ലെക്സ് ചില്ലായിട്ട് നമ്മളിവിടെ കുറച്ച് ഫ്ലെക്സ് ചെയ്യാൻ ഉള്ളവരെ കാണിക്കൂ. അതെ. അതായത് ആബിദിനെ മാറ്റി നിർത്തിയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഹൾക്ക്, എനിക്ക് കറക്റ്റ് മാസ്ക് കിട്ടിയേക്കുന്നത്. ബൾക്ക് ഹൾക്ക് ആണ്. ക്യാമറ മാറ്റി അല്ലാതെ ഇടണം. ആബിദിവിടെ ആബിദിയുടെ കട്ടളപ്പണി തുടങ്ങിയിട്ടുണ്ട്. ഇത് അതിന്റെയാണോ? ദാണ്ട്രാന്റെ പേര് ജങ്ക വുഡ് ബ്ലോക്ക്. അത് തന്നെ വുഡ് ബ്ലോക്ക്. റോഷനോ തോന്നിയ പേരൊക്കെ പറയുന്നത്. റോഷൻ അങ്ങോട്ട്. ആബിദേ, ഇത് നമുക്ക് കെട്ടിയിട്ട് ഓരോരുത്തരുടെ വലിച്ച് പൊട്ടിക്കണ്ടേ? വൈ നോട്ട്? അങ്ങനെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഡിന്നർ കൊണ്ടുവരാമെന്നാണ് ഇവിടുത്തെ ബ്രോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിന്നർ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല, നമ്മളൊന്നും പറഞ്ഞിട്ടുമില്ല. ഇവിടെ ആരുടെ ബർത്ത്ഡേ ഉണ്ട് കേസ്, ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് കേക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ഇവിടെ പോയാൽ നമുക്കറിയത്തുള്ളൂ. ഇത് ഇവിടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ പെറ്റാണിത്. ഇത് ശിവക്കുട്ടൻ, അതാണ് എൻ്റെ പേര്, ശിവക്കുട്ടൻ. അപ്പം ഇതിന്റെ പാട്ട് നിങ്ങൾക്ക് കേൾക്കുമെന്ന് അറിയത്തില്ല. ഇവിടെ ആരുടെ ബർത്ത്ഡേ? ഇവിടെ ആരുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. നമ്മളെ കൂടെ വന്ന റോഷൻ എന്തിടാ കയ്യില്? റോഷൻ എന്തോ അവിടെ ഫോൺ കോൾ ചെയ്യുന്നിരുന്നു. ആദ്യം നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കുറിച്ച് ബോക്സിംഗ് മൂവ്സ് കാണിച്ചു. ബോക്സിംഗ് കാണിക്കണം, നമുക്ക് ഷൂ ഇടണം അതിന്. വരും കട്ട് ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോകും. ആദ്യം എങ്ങനെ അടിക്കുന്ന കൈ പിന്നെ പൊട്ടത്തില്ലേ? പരിചയമില്ല ഇടിയല്ലേ? മാറി എന്റെ ദേഹത്തൊന്നും കൊള്ളല്ലേ? മാറി എന്റെ ദേഹത്തൊന്നും കൊള്ളല്ലേ ബ്രോ? രണ്ടുപേരും പഞ്ചറാകും. ഇപ്പൊ എന്ത്? ഇപ്പൊ അവന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ
അവിടെ ഒന്നും ഇല്ല. അതുകൊണ്ടല്ലേ അവിടെ ഇടിച്ചത്. അല്ല ഇത് ഇവിടം വരെ വരണ്ടേ? അല്ല, മണ്ണായത്. മണ്ണ് ഇപ്പൊ ഇത് എത്ര ഹിറ്റ് ചെയ്താണോ? സൂപ്പർ സൂപ്പർ. ആബിദ് ഇളകി തുടങ്ങി. നല്ല വെടിയോ. നമ്മള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ നമ്മള് ഇങ്ങനെ സ്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെയായിരുന്നത് സ്ലിപ്പ് ചെയ്തിടിക്കുന്നത്. അതിങ്ങനെ ഫേക്ക് കാണിച്ച് എന്തോ അത് ഇത് വെറും കൈ കൊണ്ടൊന്നും ഇടിക്കരുത്, പൊട്ടും, കൈ പൊട്ടത്തേ ഉള്ളൂ. അപ്പൊ അതിനെ ഗ്ലൗസ് ഇടുന്നു, അല്ലെങ്കിൽ കൈ മുറിയും. ഗ്ലൗസ് വേണം, അല്ലെങ്കിൽ കൈ പൊട്ടത്തേ ഉള്ളൂ. ഇവിടെയൊക്കെ വലിയും ഇതൊക്കെ വേണോ? ഇത് നമുക്ക് അതിനെ കയറി ഇതിനകത്ത് ആരും ഇടിക്കത്തൊന്നുമില്ല. നമ്മുടെ റോഷൻ അല്ലായിരുന്നു. നമ്മുടെ സായിസ് ബ്രോ ബെസ്റ്റ് ഓഫ് മൈ ടൈം കാക്കത്തൂറി കാരി വെള്ളമായിരുന്നു. നമ്മുടെ നാസർ ഇങ്ങനെ അടിക്കുമ്പോ ഒരു സൗണ്ട് കേൾക്കും. അപ്പൊ നമുക്കൊന്ന് മെന്റൽ റിലാക്സേഷൻ ആവും. ആബിദ് ഇവിടെ അറിയാത്ത ഇംഗ്ലീഷിൽ ഒക്കാത്ത മെനു ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിലൊരു എംപ്ലോയിഡ് ആണെന്ന് പറഞ്ഞ് എന്തും കാണിക്കാന്നൊരു അഹങ്കാരമാണ്. നീ ഓരോ അമ്മ സംസാരിക്കാൻ മയക്ക് പോലും. ഏതാ ബ്രോ? ഇവിടെ ചെറിയ ലാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രോ. എന്താണ് സുഹൃത്തിൻ? എന്താ സോളാറാണ്? സോളാറാണ്. സോളാറിന്റെ ലൈറ്റ് ആണ് കേട്ടോ. എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു പിക്ക് എടുക്കണം. ഇങ്ങനെ ഒരു പിക്ക് ആബിദിന്റെ എടുത്തിട്ടുണ്ട് ബ്രോ, എടുത്തിട്ടുണ്ട്. തിരിച്ചു എനിക്ക് മനസ്സിലാവാത്ത ഇത്രയും നല്ലൊരു ആംബിയൻസിൽ ഈ സാധനം സെറ്റ് ചെയ്തിട്ട് ഇത്ര കാര്യമായിട്ടിരുന്ന് അവിടെ നിന്ന് ഫോൺ വിളിക്കുന്നതിന്റെ ആവശ്യമാണ് എനിക്ക് മനസ്സിലായത്. അത് നമുക്കൊന്ന് കോൺവെർസേഷൻ കേട്ടാലോ? വീട്ടിൽ നിന്നല്ലാന്ന് നമുക്ക് ഇപ്പൊ അവന്റെ കള്ളത്തരത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അല്ല, ഉമ്മ ആണെങ്കിൽ കോണ്ടാക്ട് ഇത് കാണിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. എടാ ഞാനിപ്പോ കോണ്ടാക്ട് കാണിയിരുന്ന് പറഞ്ഞ അവൻ കാണിക്കും. മാമി ഞാനിപ്പം കോണ്ടാക്ട് കാണിക്കാന്ന് പറഞ്ഞാൽ കാണിക്കും. കാണിച്ചു കൊടുക്കാം. അവന്റെ തേർഡ് ഗേൾ ഫ്രണ്ട് ആണ് പോകുന്നത്. തേർഡ് അനാവശ്യം പറയുന്നത്. ഒരു കാര്യമില്ല. പൂപ്പി ഇതിന്റെ പേരാണ് വുഡി. നമ്മുടെ വുഡിമോൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനു പറയണ്ടോ? അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. റോഷൻ എനിക്ക് തോന്നുന്നു അവന്റെ ഫോർത്ത് ഗേൾ ഫ്രണ്ട് പറയുകയാണ്. അതായത് കയാക്ക് ചെയ്യാൻ വേണമെങ്കിൽ അവന്റെ പുറത്തിരുന്ന് അവൻ നീന്തും. ഇൻസ്ട്രക്ടറിന്റെ ആവശ്യമില്ല, അവനെ മതി എന്നുള്ള കുറച്ച് റിവ്യൂസ് ആയിരിക്കും പറയാൻ പോകുന്നത്. അതിൽ അപ്പൊ നമുക്കിനി കണ്ണാടിയിലോട്ട് വരാം. Why not? കോൾ കട്ടായോ? എടാ അതിലേ അത് ഗൈസ് ഒരു അർജന്റ് കോൾ ഫ്രം ഫാമിലി മാറ്റേഴ്സ്. ഓക്കെ ബ്രോ. അപ്പോ എനിക്ക് പോവേണ്ടി വന്നു, അതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചോണ്ടിരുന്ന. അപ്പം എന്റെ തേർഡ് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ ഇവന്മാര് പറയുന്നിട്ട് വിശ്വസിക്കരുത്, അത് ഫേക്ക് ആണ്. അതിലെന്തോ അവിടെ നിന്ന് പറയുന്നത് എനിക്ക് കേൾക്കാം. അതും ഫേക്കാ. ഫേക്ക്. വെറും ഫേക്ക് ആണ്. ഗേൾഫ്രണ്ട് ആണ് വിളിച്ചതെന്ന് നമുക്കൊരു പോളിൽ വെക്കാം. സത്യം ഒരു കമന്റിൽ രേഖപ്പെടുത്തേണ്ടതാണ് സുഹൃത്തുക്കളെ. ഫോൺ കാണിക്കാത്ത എന്താന്ന് വെച്ചാ ഉമ്മീന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. കോണ്ടാക്ടില്ല. കുരുത്തം കേട്ടവൻ. അവിടെ ആരുടെയൊക്കെ ബർത്ത്ഡേ പാർട്ടി അവിടെ നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ അവര് കേക്ക് മുറിക്കണോ തടി മുറിക്കണോ? രാവിലത്തെ പ്ലാൻ പറഞ്ഞ നീ രാവിലത്തെ പ്ലാൻ പറയില്ല. 6:30 ഷാർപ്പ് നമുക്ക് കയാക്കിംഗ് വെച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ആണ് കയാക്കിംഗ്. അപ്പം ഇൻസ്ട്രക്ടേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വെരിഫൈഡ് ഇൻസ്ട്രക്ടേഴ്സ് ആണ്, അതായത് ട്രെയിൻഡ്. അപ്പം നമ്മളെ ഒന്നെങ്കിൽ ഒരു പ്രൈവറ്റ് ഐലൻഡ് അല്ലെങ്കിൽ അല്ലാണ്ട് കയാക്കിംഗ്. പിന്നെ അവിടേക്ക് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ കുറെ സ്ഥലങ്ങൾ പറഞ്ഞ് നമുക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും അടിപൊളിയായിരിക്കും.
അത് സർപ്രൈസ് ആയിരുന്നു. അപ്പം അവിടെ ഡാൻസ് ചെയ്ത കിടക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നോ അറിയത്തില്ല. അവിടെ DJ പരിപാടിയും കാര്യങ്ങളും നടപ്പുണ്ട്. ഇനി നമുക്ക് ബർത്ത്ഡേ പരിപാടിയോടെ പോകണം. ഫുഡ്. ഇന്ന് നീ എന്ത് കഴിച്ചു? ഇന്ന് ഞാന് 50-50 ബിസ്ക്കറ്റ് പിന്നെ ഇത് വലിയ ഞാൻ ലുലു ഇന്ന് പൊറോട്ട കഴിച്ചു. അത് തന്നെ ഞാൻ അവിടെ ഹാർപ്പ് എന്നാലും 1% കാണുമല്ലോടാ. അങ്ങനെ ഇവിടുത്തെ ഓണർ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാല് നാളെ ഷാർപ്പ് 6:30 നമ്മൾ എണീക്കണമെന്നാണ്. അപ്പൊ തന്നെ നമ്മുടെ കോൺഫിഡൻസ് മൊത്തത്തിൽ ഇടിഞ്ഞു. കാരണം നമ്മൾ ഉറങ്ങുമ്പോ തന്നെ 5-5:30 ആവും സാധാരണ. മനസ്സിലായോ? അതായത് ഇന്നും ഉറക്കമില്ല. അപ്പൊ ഇന്ന് നമുക്ക് ഉറങ്ങാൻ ചാൻസ് കുറവാണ്. മഴ പിടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ ഗൈസ്, എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട്? ഇങ്ങോട്ടേക്ക് ആളാണല്ലോ. സോ ഗൈസ്, എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഔട്ട് ഓഫ് 1 to 10. അല്ലെ, ക്രോക്സ് അത് സംഭവം ആക്ച്വലി മറന്നുപോയി. വീട്ടിലിടുന്ന സിൽപ്പർ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് നാസറിന്റെ ക്രോക്സ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്ന. സത്യം ഞാനിപ്പോ ക്രോക്സ് പാന്റില് കപ്പലിട്ടിരിക്കുക. കണ്ടില്ലേ അവന്റെ കാല് നോക്കിയേ. 3 പേരും കയ്യില്ല. കാരണം കോയിൻസിഡൻസ്. സത്യം, 3 പേരും കയ്യില്ല. ഇറ്റ്സ് നോട്ട് പ്ലാൻ ഗൈസ്, ആക്ച്വലി കോയിൻസിഡൻസ്. പഞ്ചായത്തും ഇത് ഏതാ ഈ 3 കറുപ്പ് വന്നപ്പോ ഒരു ഓറഞ്ച് കളർ ഡെലിവറി കൈ കണ്ടില്ലേ? ഇത് ഡെലിവറി അല്ല, കണ്ട ഹ്യൂമാനിറ്റി. ഹ്യൂമാനിറ്റി ഇതൊന്നും മനസ്സിലല്ല. മറ്റേ നമ്മൾ ഇന്ന് പൊറോട്ടയുടെ കൂടി നമ്മള് ഡിഷസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഇവിടെ ചപ്പാത്തി ഉണ്ട്. അതിപ്പോ നമുക്ക് ചിക്കനിൽ നിന്ന് തുടങ്ങാം. ചിക്കൻ ഉണ്ട്. കൈ വേണേ ചിക്കനിൽ നിന്ന് തുടങ്ങാം. ബീഫ് ഉണ്ട്. അല്ലപ്പോ ഒന്ന് ചിക്കൻ ടിപ്പേ കഴിച്ചു നോക്കാം. ഒരുമിച്ച് വായിലിടാം. ഒരുമിച്ചാ? Wait. 3, 2, 1. അടുത്ത് നമുക്ക് കമ്പിൽ കൊരുത്തി വെച്ച അവനൊന്ന് എടുത്തു. പുലിക്കൊഞ്ച് എന്നാണ് ഇതിന്റെ പേര്, അഥവാ ടൈഗർ പ്രോൺസ്. എങ്ങനെ തിന്നും? വയറ്റിൽ ഇങ്ങനെ കരിമീനാന്ന് തോന്നുന്നു. അല്ല, ഈ തികച്ചിരുന്നു കൊള്ളാം. അല്ലാക്കിയത് ടൈഗർ പ്രോൺസും കൊള്ളാം. പിന്നെ നമുക്ക് കുറച്ച് ബീഫ് ട്രൈ ചെയ്ത്. ബീഫ് നമുക്കെല്ലാം ട്രൈ ചെയ്യണമല്ലോ, അങ്ങനെ കാര്യങ്ങൾ. ബീഫ് കുറച്ചുകൂടെ കുറച്ചുകൂടെ വേവണമായിരുന്നു. കുറച്ച് സോൾട്ട് കൂടി പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന മൈൻഡാണ്. അപ്പൊ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബിഗ് ലീഗ്സിലോട്ട് തുടങ്ങാം. അത് കാണിച്ചോട്ടെ. ഇത് കരിമീനാണ്. കരിമീനല്ലേ? ഒരു വലിയ പേരാ. ഒരു മീനാണ്. പ്രഭാകരൻ പ്രഭാകരൻ തീ വെച്ചാണ് പ്രഭാകരൻ എന്ന് വിളിക്കാം. വായ്പയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ വയറ് നിറയെ ഫുഡും കാര്യങ്ങളൊക്കെ കുത്തിക്കയറ്റി നമ്മൾ റൂമിലോട്ട് വന്നപ്പോൾ AC നല്ല കുളിര്, തണുപ്പ്. അങ്ങനെ നമ്മൾ ഒരുത്തൻ മുകളിൽ പാഴ്സലായിട്ട് വിട്ടിട്ടുണ്ട്. ഒരു റബ്ബിൽ ആലമീൻ ഇളവി നിൽക്കുവാണ് ഒരുത്തൻ. അങ്ങനെ അവര് പറഞ്ഞു നാളെ ഷാർപ്പ് 6:30 ആവുമ്പോൾ കയാക്കിന് പോണമെന്ന്. ഈ നമ്മളുടെ അടുത്ത് ഞങ്ങളെടുത്ത് ഇപ്പോൾ സമയം 1 മണി. അപ്പോൾ കയാക്കിന് പോകാൻ ഇനി 5 മണിക്കൂർ അത് കഴിഞ്ഞ് അപ്പൊ നമുക്ക് എണീക്കണം. അതുകൊണ്ട് നമ്മൾ കിടക്കാനെന്ന് തീരുമാനിച്ചു. അപ്പൊ ഈ വിശാലമായ റൂം തന്ന കയാക്കിഫൈക്ക് നന്ദി.
ആ ആ ആ ആ അകലെ അവളെ കെട്ടാൻ വിളിക്കുന്നു കയറി വരാൻ. അങ്ങനെ ആബിദിന്റെ ഭർത്താവ് അവിടെ മുകളിൽ നിന്ന് ബഹളം ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ നമ്മുടെ ആബിദാണ് നമുക്ക് വീഡിയോ എടുത്തിരുന്നത്. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പൊ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. അതുപോലെ ഇതായിരിക്കും പാർട്ട് 1, പാർട്ട് 2 കാണും. അതിനകത്താണ് നമ്മുടെ കയാക്കിനാണ്. പക്ഷെ കയാക്കിന് വീഡിയോ എടുക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാനും പറ്റത്തില്ല, ഫോൺ വെക്കാനും സ്ഥലമില്ല. അഥവാ ഇതെല്ലാം മറിഞ്ഞു പോയാൽ ഫോൺ അങ്ങ് കായലും. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോഴേ വ്ളോഗിൽ ആഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാരും എല്ലാ സഹോദരന്മാരും സബ്ബടിച്ച് ലൈക്ക് എടുത്ത് ഷെയർ ചെയ്ത് ബെല്ലൈക്കണമെന്ന് അമർത്തിയിട്ട് കമന്റ് ഇടണേ, കൂട്ടുകൂടണേ. ചെല്ലക്കുട്ടീസ്. ബൈ.